ബഹിഷ്കരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോരുകയാണ് ചെയ്തത്. ഞങ്ങൾ സമരം തുടരാൻ തന്നെയാണ് തീരുമാനം. കാര്യം പ്രിൻസിപ്പലിന്റെ രാജിയിൽ കുറഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതുപോലെ തന്നെ പ്രിൻസിപ്പലിന്റെ രാജിയിൽ കുറഞ്ഞ ഒരാവശ്യത്തിനോട് ഞങ്ങൾ യോജിക്കില്ല. പ്രിൻസിപ്പലിനെ ഈ സ്ഥാനത്ത് നിന്ന് മാറ്റി നിൽക്കണം. അല്ലാത്ത പക്ഷം ഗവൺമെന്റ് ഏറ്റെടുക്കും ഈ കോളേജ്. എന്തിനാണ് ഇത്ര അഹങ്കാരപൂർണമായി പെരുമാറുന്ന ഒരു മാനേജ്മെന്റിന്റെ കീഴിൽ എന്തിനാണ് ഞങ്ങളെയൊക്കെ പഠിപ്പിക്കുന്നത്? ഞങ്ങൾ ഗവൺമെന്റ് ഏറ്റെടുക്കുമോ? ഇവരെ നിയന്ത്രിക്കാൻ ഗവൺമെന്റിന് സാധിക്കുന്നത് ഗവൺമെന്റ് ഏറ്റെടുക്കും. അത് തന്നെ. എനിക്ക് അങ്ങനെ രാഷ്ട്രീയ കാര്യങ്ങളോട് പ്രതികരിക്കാൻ താല്പര്യമില്ല. അതെ അതെ, SFI ചർച്ച തുടരുകയാണ്. അത് ഞങ്ങൾ ആലോചിച്ച് തീരുമാനിക്കും. ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. അത് നാളെ അറിയാൻ പറ്റുള്ളൂ. ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. മറ്റ് ഹോസ്റ്റലിലെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞിരുന്നു. അപ്പം ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ തീരുമാനമെടുക്കാൻ അവര് താല്പര്യരാണെന്നുള്ള രീതിയിൽ തന്നെയാണ് സംസാരിച്ചത്. പക്ഷെ ഞങ്ങളുടെ മെയിൻ ആവശ്യം എന്ന് പറയുന്നത് പ്രിൻസിപ്പലിന്റെ രാജിയാണ്. അതിന് ഒരു തീരുമാനം എടുക്കാനോ അതിനോട് മറുപടി പറയാനോ പോലും എത്ര കാലാവധി എന്ന് ചോദിച്ചിട്ട് പോലും മിണ്ടാതിരിക്കുകയാണ് ചെയ്യുന്നത് മാനേജ്മെന്റ്. മിണ്ടാതെ കുറെ നേരം ഇരുന്നു. അപ്പൊ അങ്ങനെ ഒരു നിലപാട് അവരെടുക്കുമ്പോഴത്തേക്കും ഒരിക്കലും ഞങ്ങൾ അംഗീകരിച്ചു കൊടുക്കില്ല. ഈ നിലപാട് വിഷയങ്ങളിൽ എന്ത് നിലപാടാണ് അത് പറയുന്നുണ്ട്. ഡീസെൻട്രലൈസ്ഡ് ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എത്രത്തോളം ഇതൊക്കെ ശരിയാവുന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു ഉറപ്പുമില്ല. മാനേജ്മെന്റ് ഞങ്ങളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു. അത് ഞങ്ങൾ ഇന്റേണലിന്റെയും ഹോസ്റ്റലിന്റെയും എല്ലാ കാര്യത്തിൽ കുറെ നിബന്ധനകൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനെല്ലാക്കാൾ മേളിൽ ഞങ്ങൾ ഒന്നാമതായിട്ട് വെച്ച ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പാൾ രാജിവെക്കുക എന്നുള്ളതാണ്. ആ ചർച്ച പരാജയപ്പെട്ടതോടുകൂടി ഞങ്ങൾ ബാക്കി ഒന്നിനും തയ്യാറായില്ല. ഞങ്ങൾ ഇറങ്ങിപ്പോരുകയാണ് ചെയ്തത്. അവിടെ ഇപ്പോഴും നിലവിൽ SFIയുടെ സംഘടനാ പ്രവർത്തകർ അതിനകത്തിരിപ്പുണ്ട്. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങളാണ് ഞങ്ങൾ മുന്നോട്ട് വെച്ച് രാജി എന്നുള്ളതിനുപരി അതിന് താഴെ ഞങ്ങൾ ഒന്നിനും തയ്യാറല്ല. അത് ചർച്ച ചെയ്ത് രാജി എന്നുണ്ടെങ്കിൽ മാത്രം ഞങ്ങൾ ബാക്കി ഇന്റേണലിന്റെയും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചർച്ച ചെയ്യാൻ തയ്യാറാണ്. ഞങ്ങൾ 10-11 പോയിന്റുകൾ എല്ലാ വിദ്യാർത്ഥി സംഘടനകളും എഴുതി കൊടുത്തിട്ടുണ്ട്. ഈ 11 പോയിന്റുകളിലെ ഒന്നാമത്തെ കാര്യം രാജിയാണ്. അതിൽ 2-3 കാര്യങ്ങൾ വരുന്നതാണ് ഹോസ്റ്റലിന്റെയും മൂട്ടിന്റെയും ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും. അത് ഞങ്ങൾ പ്രിൻസിപ്പാളിന്റെ രാജിക്ക് ശേഷം ഞങ്ങളത് മാനേജ്മെന്റുമായിട്ട് സംസാരിക്കും. പക്ഷേ പ്രിൻസിപ്പാൾ രാജിവെക്കാത്തിടത്തോളം കാലം ഞങ്ങൾക്ക് അത് ചർച്ച ചെയ്യാൻ താല്പര്യമില്ല. പ്രിൻസിപ്പാളിന്റെ രാജിയിൽ താഴെ ഒന്നും ഞങ്ങൾക്കില്ല.